ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂൺ 25 അക്വിറ്റീനിലെ വിശുദ്ധ പ്രോസ്പെറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഫ്രാൻസിൽ ജനിച്ച വിശുദ്ധ പ്രോസ്പെർ പെലാജിയൻ പാഷണ്ഡതയെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ദൈവാനുഗ്രഹം കൂടാതെ രക്ഷയ്ക്ക് വേണ്ട യാതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതിനുതകുന്ന ഒരു സച്ചിന്ത പോലും നമുക്കുണ്ടാവുകയില്ല എന്ന തിരുസഭാ പഠനം ദൃഢമാക്കിയത് വിശുദ്ധ പ്രോസ്പെർ തന്നെയാണ്. ലേഖനം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭിഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണത്തിലെ സമറയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമറയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം. സമറയക്കാരി സ്ത്രീയുടെ അനുഭവ സാക്ഷ്യം ഒരു പട്ടണത്തെ മുഴുവൻ ഈശോയിലേക്ക് നയിച്ചു. പിന്നെ അവർ അവനിൽ വിശ്വസിച്ചത് അവൾ പറഞ്ഞതുകൊണ്ടല്ല, അവന് അനുഭവിച്ചതുകൊണ്ടാണ്. ഈശോയെക്കുറിച്ച് ഒത്തിരി കേൾക്കുന്നതിലല്ല, അവന് അനുഭവിക്കുന്നതിലാണ് കാര്യം. കേൾവി അനുഭവത്തിലേക്ക് നയിക്കണം. നാം അറിഞ്ഞ ഈശോയെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുമ്പോൾ അനേകർ ഈശോയിലേക്ക് ആകർഷിതരാകും. പിന്നെ അവർ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കാൻ അനുവദിക്കരുത്. സ്വന്തം അനുഭവത്തിലൂടെ ഈശോയെ നേടാനുള്ള സഹായമാണ് നാം ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.